എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത പുരോഹിതരും മെത്രാന്മാരും കൂടി സഭാവിശ്വാസികളെ പീഡിപ്പിച്ചാൽ ആർക്കും ഒന്നും പറയാനില്ല. വിശ്വാസികൾക്ക് സഭയുടെ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. നല്ലൊരു ശതമാനം വിശ്വാസികളും അസ്വസ്ഥർ തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രിസ്തീയ പീഡനങ്ങളിൽ കേരളത്തിലെ വിശ്വാസികൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് രാഷ്ട്രീയക്കാർക്ക് അതൊരു പ്രചാരണ ആയുധമാക്കാം, അത്ര തന്നെ. എന്നാൽ എറണാകുളത്തെ വിശ്വാസികൾക്ക് ആശ്വാസം ലഭിക്കാൻ ഒരു ചെറുവിരൽ അനക്കാൻ കഴിവില്ലാത്തവർ എന്തിനാണ് ഈ കാപട്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ചില പുരോഹിതന്മാർക്കും പിതാക്കന്മാർക്കും അവരുടെ സാമ്രാജ്യം കെട്ടിപ്പൊക്കണം എന്നുള്ള ലക്ഷ്യം മാത്രം. അതിനുവേണ്ടി അവർ അണ്ടർഗ്രൗണ്ട് കളികളും ബിനാമി ഇടപാടുകളും ഒക്കെ നടത്തും. ഇവരെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല. ഇവരുടെ ലക്ഷ്യം ആത്മീയത അല്ല, ഭൗതികതയാണ്. അത് തന്നെയാണ് മാർപ്പാപ്പ പറഞ്ഞത്. ലാറ്റിൻ പള്ളിയിലോ മലങ്കര പള്ളിയിലോ പോയാൽ ഒരു സീറോ മലബാർ വിശ്വാസിക്ക് എന്ത് വിലയാണുള്ളത്? ഒരു മരണമോ വിവാഹമോ ആദ്യ കുർബാനയോ ഒക്കെ വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. വികാരിക്ക് ഒന്നും പോകാനില്ല, കുടുംബമില്ല. ജിഹാദികൾ വേണമെങ്കിൽ ഇഷ്ടം പോലെ പൈസ കൊടുത്തോളും. സഭയെ തകർക്കുക എന്നതാണല്ലോ അവരുടെ ലക്ഷ്യം തന്നെ. നഷ്ടം വിശ്വാസിക്ക് മാത്രം. ഇത് തിരിച്ചറിഞ്ഞ് വിശ്വാസികൾ ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. ഇനി മുതൽ ഇടവക പള്ളികളിൽ പോയി സമരം ചെയ്യണം. അവിടെ നിന്നും അകന്നു നിന്നാൽ വിസ്മൃതരാകും. റിപ്പീറ്റ്, അവിടെ നിന്നും അകന്നു നിന്നാൽ വിസ്മൃതരാകും. അതുകൊണ്ട് ഇനി മുതൽ ഇടവകളിലാവട്ടെ പ്രവർത്തനങ്ങൾ. വിമത വികാരിയച്ഛൻ വെറും ഒരു താൽക്കാലിക ജോലിക്കാരൻ മാത്രമാണ്. അയാൾക്ക് തീരുമാനങ്ങൾ ഒന്നും തന്നെ എടുക്കാനുള്ള അധികാരമില്ല. അയാളുടെ പണി കുർബാന അർപ്പിക്കുക, മറ്റു ഭക്ത്യഭാസ്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. കുമ്പസരിപ്പിക്കാൻ പോലും മെത്രാന്റെ അനുവാദം ഓരോ വർഷത്തിലും പുതുക്കണം. പള്ളിവക സ്വത്തുക്കൾ സഭയ്ക്ക് വേണ്ടി മെത്രാൻ അനുമതിയോടെ മാത്രം നടത്താം. വിശ്വാസികൾ എതിർത്താൽ അയാൾക്ക് പള്ളിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആരും എതിർക്കാത്തത് കൊണ്ട് ഭൂവുടമയെ പോലും ജന്മിയെ പോലെയും രാജാവിനെ പോലെയും വിലസുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ ഇടവകക്കാർ ജനാഭിമുഖ കുർബാന നടത്താൻ സമ്മതിക്കരുത്.